ഹായ്, AR വോയിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ഇവരും ഉള്ളത് അല്ലേ? നമുക്കറിയാം, പഹൽഗാമിലെ ഭീകരാക്രമണം മുതൽ നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ കരാർ, അതുപോലെ തന്നെ വെടിനിർത്തൽ ലംഘനത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരു എപ്പിസോഡുകളായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഏതാനും കാര്യങ്ങൾ ആണ് നാം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോകൾ കാണുക. ഇത് അതിൻ്റെ ഇന്ത്യ പാക് വാറിൻ്റെ എപ്പിസോഡ് 1 ആണ്. അതിൻ്റെ പാർട്ട് 1ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ പാക് യുദ്ധം, നാൾവഴികൾ. 1947 ഒന്നാം കശ്മീർ യുദ്ധം. നാട്ടുരാജ്യമായിരുന്ന ജമ്മു കശ്മീരിനെ ചൊല്ലി പുതുതായി സ്വതന്ത്രരായ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം. പാക് പിന്തുണയുള്ള ഗോത്ര സായുധ സംഘങ്ങൾ ജമ്മു കശ്മീരിനെ ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. മഹാരാജ ഹരി സിംഗ് ജമ്മു കശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേർത്തതും ഇന്ത്യ കശ്മീരിലേക്ക് സൈന്യത്തെ അയച്ചതും രാജ്യങ്ങൾക്കിടയിൽ സമ്പൂർണ്ണ സംഘർഷത്തിന് കാരണമായി. ഐക്യരാഷ്ട്രസഭയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നടപ്പാക്കിയതോടെ 1949 ജനുവരിയിൽ യുദ്ധം അവസാനിച്ചു. നിയന്ത്രണ രേഖയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായി കശ്മീരിനെ വിഭജിച്ചു. 1965 രണ്ടാം ഇന്തോ പാക് യുദ്ധം. ആയിരക്കണക്കിന് പാക് സൈനികർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയതോടെ 1965 ആഗസ്റ്റ് 5 ആരംഭിച്ച യുദ്ധം. ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന രഹസ്യ ഓപ്പറേഷൻ്റെ ഭാഗമായി കശ്മീരിനെ അസ്ഥിരപ്പെടുത്താനും പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യം വെച്ചായിരുന്നു പാക് നടപടി. ഇന്ത്യ സൈനിക പ്രത്യാക്രമണം നടത്തി. സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും മധ്യസ്ഥതയിൽ ഇരുപക്ഷവും വെടിനിർത്തലിന് സമ്മതിച്ച 1965 സെപ്റ്റംബർ 23 വരെ യുദ്ധം തുടർന്നു. സമയ ദൗർലഭ്യത കൊണ്ട് ശേഷിക്കുന്ന ഭാഗങ്ങൾ നാം തുടർന്നു വരുന്ന പാർട്ടിൽ പറയുന്നതാണ്. ഇതിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ നാം പറയും. ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ചുകൊണ്ടാണ് നാം സംസാരിക്കുന്നത്. സോ ഇതിൻ്റെ ബാക്കി വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ആവശ്യമെങ്കിൽ മറ്റു വീഡിയോസ് ചാനലിൽ ചെന്ന് കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരുമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കിടാനും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കുക. ഏവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. നന്ദി.